യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ആളുകളിൽ മിക്കവാറും ആളുകൾ. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നാൽ ഒരു പ്ലാനുമില്ലാതെ നെറ്റ്വർക്ക് കിട്ടാത്ത ഇടങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇടതൂർന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ അരുവി, വെള്ളച്ചാട്ടത്തിന്റെ ചെറിയ നീരൊഴുക്ക്, അതിന്റെ ഒരു കുളിരൊക്കെ കൊണ്ട് വഴുക്കൻപാറയിലെ അഗസ്ത്യമുനി ക്ഷേത്രം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. യാത്രക്കാരുടെ ചിരകാല സ്വപ്നമാണ് അഗസ്ത്യർകൂടം ട്രെക്കിംഗ്. അഗസ്ത്യർകൂടത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഇടനാഴിയായ ബോണക്കാടിലേക്കുള്ള യാത്രാമധ്യയാണ് ഞാൻ. അഗസ്ത്യർകൂടം സന്ദർശിക്കുന്ന യാതൊരു വ്യക്തിയും പ്രധാനമായും കണ്ടിരിക്കേണ്ടുന്ന ഒരു ഹിഡൻ സ്പോട്ടാണ് വഴുക്കൻപാറയിലെ അഗസ്ത്യമുനി ക്ഷേത്രം. തിരുവനന്തപുരത്തു നിന്നും 50 കിലോമീറ്റർ അകലെയാണ് വഴുക്കൻപാറ അഗസ്ത്യമുനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യർകൂടം വിദൂരങ്ങളിലായി കാണാം. ബോണക്കാടിലെ തേയില ഫാക്ടറിയിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് യാത്ര. ആനയും കാട്ടുപന്നിയും കാട്ടുപോത്തും ഇറങ്ങുന്ന പാതയായതുകൊണ്ട് തന്നെ യാത്രയിൽ നല്ല ശ്രദ്ധ വേണം. കാടിന് ഇരുവശവും നീണ്ടു നിവർന്നു നിൽക്കുന്ന മരങ്ങൾ, അരുവി, വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ കാതുകളിൽ പതിയെ കേൾക്കാം. മുനിവര്യനായ അഗസ്ത്യൻ വർഷങ്ങളോളം തപസ് ചെയ്ത ഇടമായ അഗസ്ത്യർകൂടത്തിന്റെ മടിത്തട്ടിലാണ് വഴുക്കൻപാറയുള്ളത്. മലനിരകളിൽ നിന്നും എപ്പോഴും ചെറിയ ചാലുകളിലൂടെ വെള്ളം ഒഴുകി വരുന്നത് കൊണ്ട് തന്നെ നല്ല വഴുവഴുപ്പുള്ള പാറയായതുകൊണ്ടാവാം ആ പേര് വന്നതും. ചുറ്റും പൂക്കളുണ്ട്. കാടിന് ഒത്ത നടുവിലായി കാടിന്റെ മക്കൾ പൂജിക്കുന്ന അഗസ്ത്യനെ കാണാം. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിന് മുൻപേ കനൽ കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ട്രെക്കിങ്ങിന് പോകുന്നവർ അഗസ്ത്യമുനിയെ തൊഴുതാണ് യാത്ര തുടരുന്നത്. കാണി സമുദായത്തിൽപ്പെട്ടവർ ഇവിടെ പൂജ നടത്തി വരുന്നുണ്ട്. നമുക്ക് ചുറ്റിലും അന്യം നിന്നുപോയ കാഴ്ചകളും അറിവുകളുമുണ്ട്. എന്നാൽ അതിനെയൊക്കെ ചേർത്തു പിടിക്കാൻ കാടിനുള്ളിൽ മനുഷ്യന്മാർ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് വഴുക്കൻപാറയിലെ അഗസ്ത്യമുനി ക്ഷേത്രവും. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. കോടപ്പുതപ്പിൽ പുതഞ്ഞു കിടക്കുന്ന ഇടത്ത് ഒരു 2 ദിവസം നിങ്ങൾക്ക് ചെലവഴിക്കാൻ സമയമുണ്ടെങ്കിൽ ഉറപ്പായും വർഷത്തിലൊരിക്കൽ നല്ല കൃത്യമായി പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ട്രക്കിങ്ങിന് പോകാം. അഗസ്ത്യാർകൂടം നിങ്ങൾക്ക് നൽകുന്നത് അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾ അത് പിന്നീടത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം നമ്മുടെ ജീവിതം എത്ര കാലം ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ തോന്നുന്നത് ഇപ്പോൾ ചെയ്തേക്കണം, പിന്നത്തേക്ക് അത് മാറ്റിവെക്കരുത്. അപ്പോൾ